എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് വന്നത്തെ പോലെ തന്നെ നല്ലൊരു ബ്യൂട്ടി ടിപ്സാണ്. നല്ല അടിപൊളി ഒരു ഫേഷ്യലാണ്, സ്കിൻ ബ്രൈറ്റനിങ് ഫേഷ്യലാണ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രം നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫേഷ്യലാണ്. അതായത് നിങ്ങൾക്ക് ഒരു ഫംഗ്ഷന് പോകണം, ഒരു കല്യാണത്തിന് പോകണമെന്ന് വെക്കുക. അപ്പോൾ നമുക്ക് പാർലറിൽ പോയി പെട്ടെന്ന് ചെയ്യാനൊന്നും സമയമില്ല, അല്ലെങ്കിൽ പാർലറിൽ പോകാനുള്ള പൈസ ഇല്ല കയ്യിൽ. ഇങ്ങനെയുള്ളപ്പം നിങ്ങൾക്ക് ഒരു ഫേഷ്യൽ ചെയ്തിട്ട് പോയിട്ട് നമ്മുടെ ആ ഒരു കല്യാണത്തിനൊക്കെ പോയിട്ട് നല്ലതായിട്ട് തിളങ്ങിയിട്ട് വരാം. 100% റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു ഫേഷ്യലാണ് കേട്ടോ. ഒരു തവണ ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ ഈ ഫേഷ്യൽ മിക്കവാറും എവിടെയെങ്കിലും ഇതുപോലെ ഫംഗ്ഷനൊക്കെ ഉള്ളപ്പോൾ ഞാൻ ഇത് ചെയ്തിട്ട് പോകുന്നതാണ്. എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊരു 50 വയസ്സൊക്കെ കഴിഞ്ഞവരെ, 40 വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ ചെറുതായിട്ടൊരു ലൈറ്റ് മേക്കപ്പ് ഒക്കെ ചെയ്ത് കണ്ണൊക്കെ എഴുതി പോവുകയാണെങ്കിലുണ്ട് നല്ല റിസൾട്ടാണ്. നല്ല ഒരു നമുക്ക് ഫേഷ്യൽ പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്തതിനെക്കാട്ടി നമുക്കൊരു ഗ്ലോയും കാര്യങ്ങളും ഒക്കെ നമ്മുടെ മുഖത്ത് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇത് ഫുള്ളായിട്ട് കാണണം. ഇത് കറക്റ്റായിട്ട് ചെയ്തു പോകണം കേട്ടോ. അത്രയ്ക്ക് നല്ലൊരു ഫേഷ്യലാണ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഇതുപോലെ ചെയ്തിട്ടുള്ളതായിരുന്നു. അത്രയ്ക്ക് നല്ലൊരു ഫേഷ്യലാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ ഫേഷ്യൽ. അതുപോലെ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു ഫേഷ്യലാണ്. അതുപോലെ തന്നെ ഇഷ്ടം പോലെ കോളുകളും മെസ്സേജുകളും ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഈ സ്കിൻ ബ്രൈറ്റനിങ് ക്രീം തേച്ചിട്ട്, വെളുക്കാനുള്ള ക്രീം തേച്ചിട്ട് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞതുപോലെ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. കൂടുതലും ആൾക്കാർക്ക് പറയാനുള്ള ഈ സ്കിൻ ബ്രൈറ്റനിങ് ക്രീം തേച്ചിട്ട് മുഖം കരിവാളിച്ച് പോയ കാര്യമാണ്. ഒന്നും കൂടെ ഞാൻ എല്ലാവരോടും പറയുക, ഇങ്ങനത്തെ ക്രീമിൻ്റെ പുറകെ പോകരുത്. ഞാൻ പറഞ്ഞല്ലോ, ആ ക്രീം തേക്കുന്നവർ, അത് തേച്ച് വെളുക്കുന്നവർ ഒരിക്കലും വെയിൽ കൊള്ളാൻ പാടില്ല, കാറ്റടിക്കാൻ പാടില്ല, യാത്രകൾ ചെയ്യാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ചെയ്താൽ പെട്ടെന്ന് തന്നെ മുഖം കറുത്തു പോവും. അപ്പം ഇതൊക്കെ ചെയ്യാതെ എപ്പോഴും ക്രീമും തേച്ചുകൊണ്ട് അകത്തിരിക്കുന്നവർക്ക് മാത്രം ചെയ്യാൻ കൊള്ളാം. അകത്തിരുന്ന് തേച്ച് അങ്ങനെ വെളുപ്പിച്ചാൽ കുറേ കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ഒത്തിരിയാണ്. ചിലർ പറയും ഞാൻ 5 വർഷമായിട്ടൊക്കെ ഈ ക്രീം തേക്കുവാണ്, പക്ഷേ ഇപ്പോഴാണ് എനിക്ക് മുഖം കറുത്തിരണ്ട് വരുന്നതെന്ന്. ഇതിൻ്റെ സൈഡ് എഫക്റ്റ് കുറച്ച് കഴിഞ്ഞിട്ട് ഇതിന് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ദയവ് ഇത് തമ്പുരാനെ ഓർത്ത് നിങ്ങൾ ഈ ഇങ്ങനത്തെ ക്രീമുകൾക്ക് പോകരുത്. വെറുതെ എന്തിനാണ് നമ്മുടെ ഒരു നല്ലൊരു മുഖം, തമ്പുരാൻ നമുക്ക് നല്ലൊരു മുഖം തന്നിട്ടുണ്ട്. നല്ല മൂക്കും കണ്ണും വായും ചുണ്ടും എല്ലാം നല്ല രീതിയിൽ തന്നിട്ടുണ്ട്. യഥാസ്ഥാനത്ത് നമുക്ക് തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ അത് നമ്മൾ സംരക്ഷിച്ചുകൊണ്ട് പോകേണ്ടത് നമ്മുടെ കടമയാണ്. ഒരാഴ്ച കൊണ്ടും 2 ആഴ്ച കൊണ്ടും 1 മാസം കൊണ്ടും ഒക്കെ പെട്ടെന്ന് മുഖം വെളുക്കുന്ന ക്രീമുകളൊക്കെ ഭയങ്കരമായിട്ട് കെമിക്കൽ എന്ന് പറഞ്ഞാൽ നല്ല കെമിക്കൽസ് ഉള്ള സാധനം തന്നെയാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഞാനിത് പറഞ്ഞതിൻ്റെ കാര്യം തന്നെ ഒരുപാട് മെസ്സേജ് എനിക്ക് വരുന്നുണ്ട്. ഇതാണ് കൂടുതലും വരുന്നത്. മുഖത്ത് ആദ്യമൊന്നും പറയാൻ എല്ലാവർക്കും മടിയാണ്, പിന്നെയാണ് അവർ പറയുന്നത്. പിന്നെ എന്താ പറയുക, ഈ ഇന്ന ക്രീമുകൾ ചിലവർ ഡയറക്റ്റായിട്ട് തന്നെ അന്നേരം തന്നെ പറയും, ഇത്താ ഞാനിങ്ങനെ ക്രീം തേച്ചു, അല്ലെങ്കിൽ ചേച്ചി ഞാനിങ്ങനെ ക്രീം തേച്ചിട്ട് ഇങ്ങനെ ആയെന്നുള്ളത് കാര്യം പെട്ടെന്ന് പറയും. പക്ഷേ ചിലവർ പതുക്കെ ഞാൻ അങ്ങോട്ട് ചോദിക്കുമ്പോഴാണ് ചില ആൾക്കാർ പറയുന്നത്. അപ്പോൾ നിങ്ങളെ മനസ്സ് വിഷമിപ്പിക്കാനോ നിങ്ങൾക്ക് പറയാൻ ഒന്നും വേണ്ട. ഇങ്ങനത്തെ ക്രീം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഫേസ് പ്രശ്നമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് എനിക്ക് ഷെയർ ചെയ്യണം, എന്നോട് പറയണം. എന്നാൽ മാത്രമേ അതിൻ്റെ പ്രതിവിധി പറഞ്ഞു തരാനായിട്ട് എനിക്ക് പറ്റത്തുള്ളൂ. അല്ലാതെ ആരെയും കൊച്ചാക്കാനോ അവരെ കളിയാക്കാനോ ഒന്നും അല്ല ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഇത് കാര്യം പറയുന്നത് ഒരുപാട് പേര് ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ടപ്പോൾ അവർ വിചാരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഇത്താ പറയുന്നല്ലോ, അല്ല ഞാൻ പറഞ്ഞ ചേച്ചി പറയുന്നല്ലോ എന്ന്. അങ്ങനെ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. കാരണം ഇത് മറ്റുള്ളവരെ കൂടി നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മൾക്ക് കിട്ടിയ ഒരു കാര്യം നമ്മളത് നെഗറ്റീവാണെങ്കിൽ നെഗറ്റീവായിട്ട് തന്നെ ഇത് പറഞ്ഞ് പോസിറ്റീവ് ആക്കാൻ വേണ്ടി നമ്മളത് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അവർ ഇതിങ്ങനെ കേൾക്കുമ്പോൾ തന്നെ അവരത് ക്രീം സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ഓർക്കുക, ഈ ഒരു ക്രീം സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് തേച്ച് നിർത്തരുത്. പതുക്കെ നിർത്താനുള്ളവർ, ഇപ്പോൾ ഇനി നിർത്താൻ പോകുന്നവർ, ഇത് കണ്ട് ഈ വീഡിയോ കണ്ട് നിർത്താൻ ആഗ്രഹമുള്ളവർ ഒരു കാര്യം ചെയ്യുക. ആദ്യം ആ ക്രീം തേക്കുക, അതിനുശേഷം നിങ്ങൾ 2 ദിവസം കഴിഞ്ഞ് തേക്കുക, പിന്നെ 3 ദിവസം കഴിഞ്ഞ് തേക്കുക, പിന്നെ 4 ദിവസം കഴിഞ്ഞ് തേക്കുക. അങ്ങനെ കുറച്ച് കൊണ്ടുവന്ന് പതുക്കെ ഈ ക്രീമിൻ്റെ സ്റ്റോപ്പ് ചെയ്യാവുള്ളൂ. പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യരുത്. പിന്നെ അതുപോലുള്ള സൺസ്ക്രീമും കാര്യങ്ങളും നിങ്ങൾ അത് കഴിഞ്ഞ് യൂസ് ചെയ്യണം. പിന്നെ നാച്ചുറൽ ഹോം റെമഡി യൂസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പതുക്കെ നിങ്ങളുടെ ആ ഫേസിലോട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റും. നിങ്ങളുടെ ആ കളറിലോട്ട്, ഫേസിലോട്ടല്ല ആ കളറിലോട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റും. നിങ്ങൾ തമ്പുരാനെ ഓർത്ത് ഞാൻ ഇപ്പോഴും പിന്നെയും പറയുകയാണ്, ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു ക്രീം നിങ്ങൾ ഇട്ട് മേടിച്ച് തേക്കരുത്. കൊച്ചു പിള്ളേരൊക്കെ 22, 23 വയസ്സൊക്കെ പിള്ളേരൊക്കെ ഉള്ള ഇപ്പോൾ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷെ ഒരിക്കലും മക്കളെ അത് യൂസ് ചെയ്തത്, അത് നിങ്ങൾക്ക് ഭയങ്കര സ്കിന്നിന് ദോഷമായിരിക്കും. മുഖം കറുത്തിരിക്കുന്ന, ഡാർക്കായിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് വെളുക്കാനായിട്ട് മേടിച്ച് തേക്കുന്ന ക്രീമുകളെല്ലാം ഒരുപാട് സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ ഒരുപാടുണ്ട്. നമുക്ക് അതിൽ നിന്ന് നമ്മുടെ ഇപ്പോഴുള്ള കളറിൽ നിന്നും ഒരു ബ്രൈറ്റ് കളർ, നെക്സ്റ്റ് കളർ നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. പക്ഷേ അത് നമ്മൾ
റെഗുലറായിട്ട് യൂസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ, നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കണേ. കാരണം മെസ്സേജുകളൊക്കെ എനിക്ക് അതുപോലെ വരുന്നുണ്ട്, കോളുകളും വരുന്നുണ്ട്. പറയുന്ന ഒരു മുക്കാലും ആൾക്കാർ ഇങ്ങനെ പല ക്രീമുകളും തേച്ചിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായവരാണ് മുക്കാലും എന്നോട് ഈ കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. എനിക്ക് അത്രയ്ക്ക് വിഷമമുണ്ട്, കാരണം ഇങ്ങനെ ഒരുപാട് പേർക്ക് വന്നെന്നുള്ളത്. കാരണം അവർക്കും ഒരുപാട് സങ്കടമുണ്ട്, ഇങ്ങനെ ആയതുകൊണ്ട് പഴയ എൻ്റെ കളർ എങ്ങനെ കിട്ടുമോ എന്നൊരു ടെൻഷൻ അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇനി തേച്ചുകൊണ്ടിരിക്കുന്നവർ ഉണ്ടെങ്കിൽ അത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. വേറെ കുശുമ്പും കുന്നായ്മ കൊണ്ടൊന്നുമല്ല കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ നല്ലൊരു ഫേസ് അല്ലെങ്കിൽ നല്ലൊരു സ്കിന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ പുറകെ പോകാതിരിക്കുക. അത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും മെസ്സേജ് അയക്കുന്നവർക്കറിയാം ഞാൻ കറക്റ്റ് ചോദിക്കും. നിങ്ങളുടെ ഡ്രൈ സ്കിന്നാണോ, നിങ്ങളുടെ ഓയിലി സ്കിന്നാണോ, പിന്നെ ഇപ്പം നേരത്തെ എന്തെങ്കിലും തേച്ചിട്ടുണ്ടോ, മുഖത്ത് ക്രീമുകൾ തേക്കുന്ന ആളായിരുന്നോ, നാച്ചുറൽ റെമഡി ഉപയോഗിച്ചിട്ടുള്ളതാണോ, മഞ്ഞൾ ഉപയോഗിച്ചിട്ടുള്ളതാണോ, അതുപോലെ തന്നെ നാരങ്ങാനീര് നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഇതെല്ലാം ഞാൻ അന്വേഷിച്ചിട്ട് മാത്രമേ അവർക്കൊരു ഹോം റെമഡി പറഞ്ഞു കൊടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഈ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നവർക്ക് ഇപ്പോൾ കേൾക്കുമ്പോൾ മനസ്സിലാവും അവരോട് എങ്ങനെ ഞാൻ ചോദിക്കുന്നുള്ളത്. എനിക്ക് സമയം ഇല്ലെങ്കിൽ പോലും, കാരണം ഞാനൊരു വീട്ടമ്മയാണ്, എനിക്ക് പല ജോലി തിരക്കും കാര്യങ്ങളുണ്ട്. എന്നിട്ട് പോലും ഞാൻ അവരോട് മെസ്സേജിനെല്ലാം മറുപടി വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ കാരണം അവർക്കൊരു നല്ല റിസൾട്ട് കിട്ടിക്കോട്ടെ എന്നോർത്ത് മാത്രമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതുപോലെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് മാത്രം ചെയ്തു പോകാം കേട്ടോ. അതുപോലെ തന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ള, എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളൊരു ലൈക്ക് കൊടുക്കുക. കാരണം ഈ ഒരു നമ്മുടെ വീഡിയോസൊക്കെ പലരിലോട്ടും എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈക്ക് കൊണ്ടാണ് ഏറ്റവും പെട്ടെന്ന് നമ്മുടെ വീഡിയോ ഒക്കെ എത്തുന്നത്. അപ്പോൾ നിങ്ങൾ മറക്കരുത് ലൈക്ക് തരാനായിട്ട്, ഒരിക്കലും മറന്നു പോകരുത്. നിങ്ങൾക്ക് നല്ല മനസ്സോടുകൂടി നിങ്ങളൊരു ലൈക്ക് തരിക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ള റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനുണ്ട്, ബെല്ലൈക്കനുണ്ട്, അതിൽ പ്രസ് ചെയ്യുക. അപ്പോഴേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിപ്പം പറഞ്ഞു വേണ്ടി നിങ്ങളൊന്നും വിചാരിക്കരുത്, നിങ്ങൾ നല്ല കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ഫേഷ്യൽ എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഈ ഫേസ് കാണിക്കുന്ന ഫേഷ്യൽ ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണ്. നല്ല റിസൾട്ടാണ്. നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. നല്ല എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു ഫേഷ്യലാണ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നാച്ചുറൽ സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്യാം. നമുക്ക് പുറത്തോട്ടൊക്കെ പോയി ടാൻ അടിച്ചിട്ട് കരിവാളിച്ചൊക്കെ വന്നിരിക്കുന്ന സമയത്ത് നമുക്കൊരു ഫേഷ്യൽ ചെയ്യുവാണെങ്കിൽ നല്ല കളറായിരിക്കും നമ്മുടെ മുഖത്ത് വരുന്നത്. നമ്മുടെ ആ ഒരു കരിവാളപ്പെല്ലാം മാറിയിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആവും. ഇത് നമുക്ക് ഇടയ്ക്ക് ചെയ്തു പോവുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. നല്ല സോഫ്റ്റ് ആവും, നല്ല ഷൈനിങ് ആകും. നമുക്ക് എന്താ പറയുക, കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നല്ല തിളങ്ങാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ എടുക്കുന്നത് തൈരാണ്. തൈര് നല്ല ബ്ലീച്ചിങ് ഏജൻ്റാണ്, നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആകാനായിട്ടൊക്കെ ഒത്തിരി നല്ലതാണ്. തൈരിൽ ഒരുപാട് ഗുണമുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ തൈരാണ് ക്ലെൻസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം ഫസ്റ്റ് നമ്മൾ ക്ലെൻസാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മുഖം ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ക്ലെൻസ് ചെയ്യാം. എന്നിട്ട് ഫേസിലും നെക്കിലും എല്ലാം നമ്മൾ തേച്ച് കൊടുക്കണം. ഏതൊരു കാര്യം ചെയ്താലും ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നെക്കിലും ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ കാണിക്കുന്ന പോലെ മസാജ് ചെയ്ത് കൊടുക്കുക. മസാജൊക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, പല വീഡിയോയിലും ഞാൻ മസാജ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ആ ഒരു മസാജൊക്കെ കുറച്ച് മസാജൊക്കെ നമ്മൾ കൊടുത്താൽ മതി. ക്ലെൻസ് ചെയ്യുമ്പോൾ ഒരുപാട് മസാജ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ മേലോട്ട് എപ്പോഴും ക്ലെൻസ് ചെയ്യുക. ഫേസ് മസാജ് ആണെങ്കിലും മേലോട്ട് ചെയ്യുക. ഇതുപോലൊക്കെ സ്പീഡിൽ ഓടിക്കുന്നതിൻ്റെ കാര്യം ഒരുപാട് വീഡിയോ ലോങ് ആയിപ്പോൾ, അതുകൊണ്ടാണ്. അപ്പോൾ കഴുത്തിലൊക്കെ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്തെടുക്കുക. ക്ലെൻസ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ. കണ്ണിൻ്റെ അവിടെ ചുറ്റിച്ച് ഇതുപോലെ ഒന്ന് ഒരു മോതിരം വെച്ചൊക്കെ മസാജൊക്കെ ഒന്ന് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ക്ലെൻസ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ക്ലെൻസ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ടാണ്. വാഷ് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് സ്കിന്ന് ബ്രൈറ്റ് ആയതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞ് മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇനി ഒന്ന് ചെയ്യേണ്ടത് നമ്മുടെ ആ ഒരു അടുത്ത സ്റ്റെപ്പും നമ്മൾ തൈര് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ്, ആദ്യം ക്ലെൻസ് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് നാച്ചുറൽ ബ്ലീച്ച് ഉണ്ടാക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ തൈരും ഒരു പകുതി നാരങ്ങാതിൻ്റെ ഫുള്ള് വേണ്ട, കുറച്ച് പകുതി ഭാഗം മതി. ഒരു നാരങ്ങാതിൻ്റെ പകുതിയുടെ പകുതി ഭാഗം മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. തൈരും ബ്ലീച്ചും കൂടെ നല്ലൊരു ബ്ലീച്ചിങ് തൈരും നാരങ്ങാതിരും നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. നല്ലതായിട്ട് മുഖം നമ്മുടെ ബ്രൈറ്റ് ആകാനായിട്ട് ഒത്തിരി നല്ലതാണ്. നാരങ്ങാതിരി ഒരിക്കലും ഡയറക്റ്റ് നമ്മുടെ ഫേസിൽ തേക്കരുത്. ഇതുപോലുള്ള പായ്ക്കുകളിലും ഒക്കെ കൂടി നമ്മൾ തേക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യണം. നമ്മൾ സാധാരണ പാർലറിലൊക്കെ ബ്ലീച്ച് ഇടുമ്പം 20 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്യില്ല, 15 മിനിറ്റ് വെയിറ്റ് ചെയ്യില്ല, മാക്സിമം 15 മിനിറ്റ്. അപ്പോൾ ഇത് നമുക്കൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. എന്നാലും നമുക്ക് ആ നല്ല കറക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഇത് നിങ്ങൾക്ക് നാച്ചുറൽ ബ്ലീച്ചായിട്ട് നമുക്ക് വീട്ടിൽ ഡെയിലി ഉപയോഗിക്കാവുന്ന ഒരു ബ്ലീച്ചാണിത്. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്കിന്ന് ബ്രൈറ്റ് ആകാൻ ഈ ബ്ലീച്ച് നിങ്ങൾക്ക് വീട്ടിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒരു 20 മിനിറ്റിന് ശേഷം ഒന്ന് വാഷ് ചെയ്തെടുത്തു. ഓരോ പടി സ്റ്റെപ്പ് ചെയ്യുമ്പോഴും നല്ല എഫക്റ്റായിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് വേണ്ടത് നമുക്ക് സ്ക്രബാണ്. അപ്പോൾ സ്ക്രബ് എടുക്കാനായിട്ട് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്
സ്ക്രബ് ചെയ്യാൻ വേണ്ടിയ സാധനങ്ങൾ അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് സ്ക്രബാണ്. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ തൈരും 1/2 ടീസ്പൂൺ റവയും 1/2 ടീസ്പൂൺ പഞ്ചസാരയോട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മുടെ ഡെഡ് സ്കിൻ എല്ലാം കളയും. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഈ സ്ക്രബ് നല്ലതാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് മൂക്കിൻ്റെ അവിടെയും ഫേസിലും താടിയിലും കഴുത്തിലും എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 3 മിനിറ്റ് സ്ക്രബ് ചെയ്താൽ മതി. 5 മിനിറ്റ് നമുക്ക് ഒരുപാട് തന്നെ സ്ക്രബ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്കൊരു 3 മിനിറ്റോളം നന്നായിട്ടൊരു 3 മിനിറ്റ് മാക്സിമം സ്ക്രബ് ചെയ്യണം കേട്ടോ. എന്നാലേ നമുക്ക് ആ നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇതുപോലെ ഞാൻ കാണിക്കുന്ന മസാജുകളൊക്കെ വെച്ചിട്ട് സ്ക്രബ് ചെയ്യുക. അപ്പോൾ മേളിലോട്ട് എപ്പോഴും മസാജ് ചെയ്യാൻ ശ്രമിക്കുക. മൂക്കിൻ്റെ അവിടെയൊക്കെ നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കുക. ഒരുപാട് പ്രഷർ വേണ്ട, മീഡിയം പ്രഷറിൽ ഉരച്ച് കൊടുക്കുക. അതുപോലെ തന്നെ കണ്ണിൻ്റെ അവിടെ മോതിരവിരൽ വെച്ചൊക്കെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുക. വളരെ സോഫ്റ്റായിട്ട് താടിയുടെ അവിടെയൊക്കെ ജസ്റ്റ് അവിടുത്തെ ആ പരിവരിപ്പും കാര്യങ്ങളും ഡ്രൈനെസ്സും ഒക്കെ പോകാൻ വേണ്ടി മൂക്കിൻ്റെ അടുത്തൊക്കെ പോകാൻ വേണ്ടി ചെറിയൊരു പ്രഷർ കൊടുത്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. കവിളിലും ഫേസിലും ജസ്റ്റ് ഒരു മസാജൊക്കെ കൊടുത്ത് നല്ല രീതിയിലൊന്ന് ചെയ്തെടുക്കുക. ഒരുപാട് പ്രഷർ കൊടുക്കണ്ട, ഞാൻ പറയുന്ന രീതിയിൽ ലോലമായിട്ട് ചെയ്താൽ മതി. മൂക്കിൻ്റെ അവിടെയും താഴെ ചെറിയൊരു പ്രഷർ കൊടുത്ത് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഐബ്രോസ് ഒക്കെ ഒന്ന് പിൻ ചെയ്തെടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു മാക്സിമം ഒരു 3 മിനിറ്റ് നമുക്ക് നന്നായിട്ട് എന്തായാലും ചെയ്യണം. ഇതിന് ശേഷം നമുക്കൊന്ന് വാഷ് ചെയ്യാം. അപ്പോൾ ഓരോ പടി സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടോണം റിസൾട്ട്. നല്ല നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ഫേസ് ഇങ്ങനെ കണ്ണിൻ്റെ അടുത്ത കറുപ്പൊക്കെ പെട്ടെന്ന് മാറുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് മസാജിങ് ക്രീമാണ്. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് 1 ടേബിൾ സ്പൂൺ തൈരും 1 ടൊമാറ്റോയുടെ പകുതി കട്ട് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ തേക്കുക. ടൊമാറ്റോയുടെ പൾപ്പും അതുപോലെ തന്നെ ടൊമാറ്റോ ജ്യൂസും നമ്മുടെ തൈരും ഒക്കെ സ്കിന്ന് ബ്രൈറ്റ് ആകാനായിട്ട് ഒത്തിരി നല്ലതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം, ടൊമാറ്റോ വെറുതെ നമ്മുടെ ഫേസിൽ ഉരച്ച് കൊടുത്താൽ നമ്മുടെ ഫേസിലെ ടാനൊക്കെ മാറി കിട്ടും ഡെയിലി ചെയ്യുവാണെങ്കിൽ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഫേസിൽ തേച്ചിട്ട് നമുക്കിത് ശരിക്കും മസാജ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരു 5 മിനിറ്റ് നമ്മൾ മസാജ് കൊടുക്കണം. പറ്റുമെങ്കിൽ നമുക്ക് കഴുത്തിൻ്റെ താഴോട്ടുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. ഞാനിപ്പം കഴുത്തും മുഖവും മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വീട്ടിലിരിക്കുമ്പോഴത്തേനും കഴുത്തിൻ്റെ താഴോട്ടൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ അവിടുത്തെ ഡിസ്കളറേഷനൊക്കെ ഒന്ന് മാറി കിട്ടും. അപ്പോൾ ഇതുപോലെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള മസാജ് ഉണ്ടോ, ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുള്ള മസാജൊക്കെ ചെയ്ത് അതുപോലെ നിങ്ങൾക്ക് ആ ഒരു മസാജ് 5 മിനിറ്റ് നിങ്ങൾ എന്തായാലും മസാജ് ചെയ്യണം. മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു 5 മിനിറ്റ് ചെയ്യണം. നമ്മൾ പാർലറിലൊക്കെ ചെയ്യുമ്പോൾ അറിയാം ഒരു 10-15 മിനിറ്റോളം മസാജ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലായതുകൊണ്ട് ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ ചെയ്യാതിരിക്കാൻ മറക്കല്ലേ. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മസാജ് കൊടുക്കുക. ആൻറ്റി ക്ലോക്ക് വേസിൽ കണ്ണിൻ്റെ അവിടെയൊക്കെ ആൻറ്റി ക്ലോക്ക് വേസിൽ നെറ്റിയിൽ അവിടെയൊക്കെ ഒന്ന് റൗണ്ട് ചെയ്തും കവിളിൽ മേളിലോട്ടൊക്കെ മസാജ് കൊടുക്കുക. ചുണ്ടിൻ്റെ അവിടെയൊക്കെ ഞാൻ പറയുന്ന രീതിയിൽ മസാജ് കൊടുക്കുക. ഇതുപോലൊരു മസാജ് കൊടുക്കുക. ഇതെല്ലാം സോഫ്റ്റുമാണ്, പതുക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓടിച്ച് വിടുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ തോന്നുന്നത്. പക്ഷേ കാരണം വീഡിയോ ഒത്തിരി ലോങ് ആയി പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെയൊരു സ്പീഡാക്കി കാണിക്കുന്നത്. വളരെ സോഫ്റ്റായിട്ടും സ്പീഡ് കുറച്ചും ചെയ്യുന്ന മസാജാണ് എല്ലാം ഞാൻ ചെയ്യുന്നത്. അപ്പം നല്ലൊരു റിലാക്സേഷൻ നമുക്ക് തന്നെ ചെയ്യുമ്പോഴാണല്ലോ നല്ലൊരു റിലാക്സേഷൻ നമുക്ക് കിട്ടും. മറ്റുള്ളവർ ചെയ്ത് നമുക്ക് കുറച്ച് കൂടുതൽ റിലാക്സേഷൻ നമുക്ക് കിട്ടും. പക്ഷേ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് അത്രയും കിട്ടത്തില്ല. നമുക്ക് പിഞ്ചിങ്ങും പാറ്റിങ്ങും ടാപ്പിങ്ങും ഒക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, കാണിച്ചിട്ടുണ്ടല്ലോ. അതുപോലെയൊക്കെ ഇത് ചെയ്ത് കൊടുക്കുക. നിങ്ങളിനി മസാജ് നോക്കി മാത്രം സ്പീഡ് കുറച്ചിട്ട് പ്രഷർ കുറച്ച് ചെയ്താൽ മതി. അത്ര എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കുക. നല്ല എഫക്റ്റാണ് പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ബ്രൈറ്റനിങ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് അടുത്തായിട്ട് എന്താ വേണ്ടത്, പായ്ക്കാണിടുന്നത്. അപ്പോൾ ഇനി പായ്ക്ക് നമുക്കിടാം. അപ്പോൾ പായ്ക്ക് ഉണ്ടാക്കാനായിട്ട് ഇപ്പം നമ്മുടെ ആ മൂക്കിനോടൊക്കെ തൊട്ട് നോക്കിയാൽ നല്ല മിനുസമൊക്കെ വന്നിട്ടുണ്ട്. ആ ഒരു വൈറ്റ് ഹെഡ്സും പരിവരിപ്പും ആ ഡ്രൈ സ്കിന്നൊക്കെ ഒന്ന് പോയിട്ടുണ്ട് നല്ലതായിട്ട്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ തൈരും 1 മുട്ടയുടെ വെള്ളയും. അപ്പോൾ ഇത് നമുക്ക് 50 വയസ്സൊക്കെ കഴിഞ്ഞവർക്കാണെങ്കിൽ ഒരു മുട്ടയുടെ വെള്ള നമ്മൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. കൊച്ചു പിള്ളേരൊക്കെ 20 വയസ്സ് 25 വയസ്സൊക്കെ ചെയ്യുന്നവർക്ക് മുട്ടയുടെ വെള്ള സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ തൈര്, അതുപോലെ തന്നെ മുട്ടയുടെ വെള്ള, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, പിന്നെ ഒരു പിഞ്ച് ഒരു 1/4 ടീസ്പൂൺ പിഞ്ചല്ല, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പം മുട്ടയുടെ വെള്ളം ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാ സാധനം ഇട്ടിട്ട് 25 വയസ്സ് മുതലുള്ളവർക്ക് ചെയ്യാവേ ഈ ഒരു പായ്ക്ക്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇത് മുഖത്ത് അപ്ലൈ ചെയ്യുക. നല്ല അടിപൊളി ഒരു പായ്ക്കാണ്. നല്ല കളറും നല്ല ഗ്ലോയും വരാനുള്ള, നല്ല സ്കിന്ന് നല്ല ടൈറ്റ് ആകാനുള്ള നല്ലൊരു പായ്ക്കാണ്. അതായത് 40 വയസ്സ് കഴിഞ്ഞവർക്കും 30 വയസ്സ് കഴിഞ്ഞവർക്കും എല്ലാം ഈ മുട്ട യൂസ് ചെയ്യാം. മാക്സിമം 20-21 വയസ്സ് തൊട്ടുള്ള മക്കളൊക്കെ ആണെങ്കിൽ മാത്രം മുട്ടയുടെ വെള്ളം ഒഴിവാക്കുക കേട്ടോ. അവർക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത് നമുക്ക് ഇട്ടതിന് ശേഷം നല്ലതായിട്ടൊന്ന് ഡ്രൈ ആവണം. അപ്പോൾ നല്ല വലിയ നമ്മുടെ മുഖം മുട്ടയുടെ വെള്ളമൊക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു പായ്ക്ക് നല്ലതായിട്ട് നമ്മൾ തേച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് മാക്സിമം നല്ല തിക്കായിട്ട് തന്നെ തേച്ച് കൊടുക്കുക.
ഈ ഒരു പായ്ക്കിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നല്ല സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവാനായിട്ടും അതുപോലെ റിങ്കിൾസൊക്കെ കുറയാനായിട്ടും ഫൈൻ ലൈൻ എല്ലാം മാറാനായിട്ടും ഒത്തിരി നല്ലതാണ്. അപ്പം നമ്മൾ അതെല്ലാം വാഷ് ചെയ്ത് കളഞ്ഞു. നിങ്ങൾ നോക്കണം, നല്ലൊരു റിസൾട്ടാണ്. എനിക്ക് ക്യാമറയിലൂടെ എത്രയും പറ്റുമെന്നറിയില്ല, കാരണം ഇവിടെ കറണ്ട് പോയി വന്ന് നിൽക്കുവാണ്. കാരണം മറ്റേ സാധാരണ ഒരു ചാർജ് ചെയ്യുന്ന ലൈറ്റിലാണ് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ കറണ്ട് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ മുഖം ക്ലിയർ ആയതിനെ. അപ്പോൾ നല്ലൊരു ബ്രൈറ്റ്നസ്, എനിക്ക് നല്ല ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അത്രയ്ക്കും നല്ല അടിപൊളി ഒരു ഫേഷ്യലാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഫേഷ്യൽ ചെയ്തു പോകണം. ഇത് നമുക്ക് ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ ചെയ്തു പോകാം. പിന്നെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ചെയ്തു പോകാം. അത്രയ്ക്ക് നല്ല പവർഫുൾ ആയിട്ട് നല്ലൊരു ഫേഷ്യലാണ്. ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഫേഷ്യലാണ് എന്ന് പറഞ്ഞ് തീരെ കുഞ്ഞുങ്ങളൊന്നും ചെയ്യുന്നത് കേട്ടോ. ഒരു 18 വയസ്സിന് ശേഷം ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന നല്ല അടിപൊളി ഒരു ഫേഷ്യലാണ്. സ്കിന്ന് നല്ല സ്മൂത്തായിട്ട് നമ്മുടെ ഫേസ് തൊട്ട് നോക്കുമ്പോൾ അറിയാം നല്ല ഷൈനിങ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ലൊരു മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫംഗ്ഷനൊക്കെ പോകാം കേട്ടോ.